ഈ കൈ കൊണ്ടാണ് ഞാൻ കാന്താര എഴുതിയെന്ന് പറഞ്ഞത്. ഞാൻ ദൈവമേ, ഋഷഭ് ഷെട്ടി അപ്പൊ ഏതാ സെൻസർ വർക്ക് ഓൾ ഇൻ ഓൾ ഈ കൈ എല്ലാം ഈ കൈയിലാണ്. നമുക്കുണ്ടായ കളങ്കത്തിന് കാന്താരയിലുള്ളവരുടെ രക്തം കൊണ്ട് പകരം ചോദിച്ചിരിക്കും. കാന്താരയല്ലേ വേട്ടയ്ക്ക് പോയി എന്റെ മുത്തശ്ശനെ ചതിയിലൂടെ കൊലപ്പെടുത്തിയ നശൂലങ്ങളെ കെട്ടിയിട്ട് തരുന്നോടാ എരപ്പാളി, കെട്ടഴിച്ച് നോക്കടാ. ഗുളികം കേറും മിക്കവാറും. മോനെ, അവന്മാരെ 14 വർഷം കാട്ടിലേക്ക് അയക്കാന്ന് മനസ്സാലെ നേർന്നിട്ടുണ്ട് ഞാൻ. അപ്പനെ കയറി പേരെടുത്ത് വിളിക്കുന്ന തണ്ടിയില്ലാത്തവനെ. ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി വല്ലതും വാങ്ങിച്ച് വലിച്ചായിരുന്നു. പക്ഷെ അനുബലിനെ ഞാൻ രൺബീർ കപൂറിന്റെ ഹീറോയ്ക്ക് ചെയ്തിട്ട് മലയാളം ഗീതാഞ്ജലി, ഞാൻ തിരിച്ചു വരുമില്ലെന്നറിയില്ല. വന്നാലും ഇല്ലെങ്കിലും നീ വേറെ വിവാഹം കഴിക്കരുത്. അതുപോലെ ഒരു ഷൗട്ട് ചെയ്യുന്ന ഒരു സാധനം, തിങ്ക് ലൈക്ക് എ മാൻ ഗീതാഞ്ജലി, തിങ്ക് യു ഹാവ് ബൈസെപ്സ് ലൈക്ക് മീ. അതുപോലെ നീ കങ്കുവാന് സൂര്യ സാറിന്റെ നീ കൊന്നവരുടെ രക്തവും എന്റെ രക്തവും വെവ്വേറെയാ. മായാരൂപൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് ഋഷഭ് ഷെട്ടി തന്നെയാണ് ചെയ്തത്. ഏജ്ഡായിട്ടുള്ള കോഴിക്കുഞ്ഞ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. കെന്നിപ്പെരടേന്നാ പറയുന്നത്. അപ്പൊ സാറിന്റെ വോയിസ് അത് കെന്നിപ്പെരടേന്നാ കേൾക്കുന്നത്. അപ്പൊ സബ് ടൈറ്റിലാണ് കോഴിക്കുഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കെന്നിപ്പെരടേന്ന് പറഞ്ഞ രണ്ട് താഴെ കോഴിക്കുഞ്ഞ് കാണുമ്പോൾ നെക്സ്റ്റ് ഷോട്ട് നായികയുടെ സീൻ കഴിയുന്നവര് ഫോട്ടോ കളി അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് പരിപാടിയായിരുന്നു. ഈ 1000 കോടിയിൽ നിന്ന് എത്ര കോടി ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് കിട്ടും? ഇതിനകത്ത് എത്താൻ അല്പം വൈകിയെന്ന് തോന്നുന്നു അല്ലേ? വേറൊരു മീനിങ്ങിലാണോ സാധനം കൊടുത്തത്? അതായത് കാന്താര 2 എത്താൻ വൈകിയോ? ഒരു പാൻ ഇന്ത്യ പടം പോലെ പാൻ ഇന്ത്യ മാസ് ഡബിങ്. നേരത്തെ നിർമ്മലായിട്ട് KGF 3യുടെ കാര്യം ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. ശരിക്കും എന്തെങ്കിലും അതിനകത്ത് പാർട്ടാണോ നിങ്ങൾക്ക്? എന്താ വെച്ചാൽ എന്റെ അടുത്ത് അവിടെ ഓൾറെഡി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സിനിമാ തെക്കിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് കാന്താര ചാപ്റ്റർ 1 മലയാളി പ്രേക്ഷകർക്കിടയിൽ ഇത്രയും സ്വീകാര്യത നേടാൻ പ്രധാനപ്പെട്ട കാരണമായ പിന്നണി പ്രവർത്തകരാണ്. അതിൻ്റെ എഴുത്തുകാർ, അതുപോലെ തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഡബ്ബിംഗ് ഡയറക്ടേഴ്സ് ചെയ്ത എല്ലാ ആളുകളും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. ഈ കഥയിൽ അല്ലെങ്കിൽ ഈ സിനിമയിൽ മുൻപോട്ട് പോയ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചോദിച്ചറിയാം. നമുക്ക് അപ്പോൾ ആദ്യം തന്നെ നിർമ്മലേട്ടനായിരുന്നല്ലോ ഇതിൻ്റെ ഇപ്പം ഡബ്ബിംഗ് അല്ലെങ്കിൽ റൈറ്റർ, അതുപോലെ ഡബ്ബിംഗ് ഡയറക്ടർ രണ്ടുപേരാണ്. സിദ്ദിഖ് ലാൽ എന്ന് പറയുന്നത് നിർമ്മൽ അശ്വിൻ ചേട്ടൻ. ഓക്കെ, അപ്പം അശ്വിൻ ചേട്ടനിൽ തന്നെ നമുക്ക് തുടങ്ങാം. അശ്വിൻ ചേട്ടാ, എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പരിപാടിയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് കാന്താരയിലേക്ക് എത്തുന്നത്, കാന്താര വരുന്നത്? ഇത് ആക്ച്വലി നിർമ്മൽ ഒരു 10 ദിവസം അവിടെ മാംഗ്ലൂരിൽ പോയി സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഋഷഭ് സാറിനെ വിളിക്കുന്നിരുന്നു. വർക്കിംഗ് കഴിഞ്ഞിട്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് ഡബ്ബിങ്ങിന് വരുന്നത്. ഡബ്ബിങ് ഒരു 1.5 മാസം നീണ്ടൊരു പ്രോസസ്സായിരുന്നു, വലിയൊരു പ്രോസസ്സായിരുന്നു. അപ്പം നിർമ്മൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സീൻസ് ആഡ് ഓൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ വീണ്ടും പൊളിച്ച് അവർ തന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഡബ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും അവസാനിക്കാത്തൊരു ഷൂട്ടിങ്ങും ഒരിക്കലും അവസാനിക്കാത്തൊരു ഡബ്ബിങ്ങും ആയിരുന്നു ഇതിന്റെ അണിയറയിൽ നടന്നുകൊണ്ടിരുന്നത്. ഏകദേശം എത്ര ദിവസം വേണ്ടി വന്നു ഇത്രയും ആളുകളെ മേഞ്ഞുകൊണ്ട് പോകാൻ? നമ്മുടെ ഡബ്ബിംഗ് പ്രോസസ്സിൽ ഒരു 50ഓളം ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്തിട്ടുണ്ട്. ക്രൗഡ് ഉൾപ്പെടെ ഒരു 50ഓളം ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്തു. ഈ 50 ആർട്ടിസ്റ്റിനെ പ്രൊവൈഡ് ചെയ്തത് നിങ്ങൾ രണ്ടുപേരും തന്നെ? പ്രൊവൈഡ് ചെയ്യല്ല, ഇവിടെ കൊച്ചിയിൽ നമുക്ക് ഒരുപാട് സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ. അപ്പം ഒരു 75% ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും ഇവിടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരുമായിട്ട് അത്രയ്ക്ക് ബന്ധമുണ്ട്, കണക്ഷൻസ് ഉണ്ട്. ഒരു വെളിയിൽ തന്നെ എല്ലാവരും എത്തും. അതുപോലെ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാൻ പറ്റും ഇന്ന വോയിസ് ആര് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അപ്പൊ വിളിക്കുമ്പോൾ തന്നെ അവര് സഹകരിക്കും, ഒരുപാട് സഹകരിക്കും. ഇതിനകത്ത് അശ്വിൻ ചേട്ടൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രം, ഡബ് ചെയ്തിട്ടുള്ള കഥാപാത്രം? ഞാൻ ഗേണ്ട എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത്. നായകന്റെ കൂട്ടുകാരൻ താടി കുതിരക്കിട്ട് കുത്തുന്ന ഒരു കുന്തം വെച്ച് പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കുന്ന ഒരു പാട്ട്. അതെ, രാജാവിനെ എരപ്പാളി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അശ്വിൻ ചേട്ടൻ ഇപ്പം കാന്താരയ്ക്ക് മുൻപ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കഥാപാത്രം? മിറായി എന്ന് പറയുന്ന മൂവി ഇറങ്ങിയിരുന്നു. അപ്പൊ അതിനകത്തെ മെയിൻ വില്ലൻ മഹാബീർലാമ എന്ന് പറയുന്ന മെയിൻ വില്ലന്റെ വോയിസ് എന്റെയാണ്. പിന്നെ അതിനു മുമ്പ് ഡബിൾ സ്മാർട്ട് നമ്മുടെ തന്നെ വർക്കാണ്. അപ്പൊ അതിൻ്റെ അകത്തെ നായകന്റെ വോയിസ്, കങ്കുവ സൂര്യ, അങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഗെയിം ചേഞ്ചറിലൊരു വേഷം
എസ് ജെ സൂര്യയുടെ അതിലെന്തെങ്കിലും ഒരു സാധനം പറയും. വാർഡ് മെമ്പർ, കൗൺസിലർ, മേയർ, MLA, മിനിസ്റ്റർ ഓരോരോ പടിയാ എടുത്തെടുത്ത് വെച്ചാൽ ഞാൻ ഈ കാണുന്ന ലെവലിലേക്ക് വളർന്നു വന്നത്. ഞാൻ അവന് ചേർച്ചു കൊടുക്കണമെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ വേറൊരു സാധനമാണ്. അതുപോലെ എനിക്ക് അങ്കുവാല സൂര്യ സാറിന്റെ നീ കൊന്നവരുടെ രക്തവും നിന്റെ രക്തവും എന്റെ രക്തവും വെവ്വേറെയാ. മുമ്പോട്ട് ബാക്കിയുള്ളവർ ചെയ്ത കഥാപാത്രങ്ങൾ ഒന്ന് അശ്വിൻ ചേട്ടൻ തന്നെ പറയുമായിരുന്നെങ്കിൽ. ഇത് നിഖില്, ഇദ്ദേഹമാണ് കുലശേഖര എന്ന് പറയുന്ന മെയിൻ വില്ലൻ ക്യാരക്ടർ ഡബ് ചെയ്തത്. ജയറാം സാറിന്റെ മകനായിട്ട്. അതെ. അത് സുരാജ്, അദ്ദേഹമാണ് നമ്മുടെ സാക്ഷാൽ ഋഷഭ് സാറിന് ഡബ് ചെയ്തത്. അത് നിർമ്മല് കുറച്ച് അധികം ബുദ്ധിമുട്ടി കാണുമല്ലോ. ഇവരാണ് ബുദ്ധിമുട്ടി, ഞാനല്ലല്ലോ. ഞാൻ നിന്ന് കൊടുത്തു. ഇവരാണ് പണിയെടുത്തത്. നിർമ്മല് അവനും ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. അവനും ഒരു നല്ലൊരു ക്യാരക്ടർ ഡബ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. നമ്മുടെ ആ എന്താ നീട്ടിയ കുട്ടിയെ എന്താന്ന് ചോദിച്ചാൽ ഞാനെന്ന് പറയാനാണ്. അല്ല, എനിക്കൊരു ചിരി വന്ന കാര്യം അറിയോ, ട്രാക്ക് മുഴുവൻ നിർമ്മലാണല്ലോ പറഞ്ഞു വെച്ചോ. അപ്പോൾ ഏകദേശം മുഴുവൻ ക്യാരക്ടറും പുള്ളി ഇങ്ങനെ ഒരു ട്രാക്ക് പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ ട്രാക്ക് പറഞ്ഞ ഫീൽ തന്നെ ആ ക്യാരക്ടർ. കാരണം എല്ലാം പറഞ്ഞു വെച്ചിട്ട് ലാംഗ്വേജിലാണ് കിടക്കുന്നല്ലോ. അപ്പൊ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹം തന്നെ മലയാളത്തിൽ പറഞ്ഞിട്ടിരുന്നു നമുക്ക്. പിന്നെ ലാസ്റ്റ് നമ്മളത് ഫ്രെയിം ചെയ്താൽ മതി. ഇത് അത്രയും പണിയെടുത്തിട്ടുണ്ട്. കാരണം അതെല്ലാം പറഞ്ഞിട്ടു. എല്ലാ ഡയലോഗും കാരണം നമ്മൾ ആ ടൈമില് ആർട്ടിസ്റ്റ് ഒരുമിച്ച് വർക്ക് നടക്കുന്ന സമയത്ത് ഡയലോഗ് അന്വേഷിച്ച് ആദ്യത്തെ 2 ദിവസം ട്രാക്ക് പറയാന്നുണ്ടായിരുന്നു. ആദ്യത്തെ 2 ദിവസത്തെ പ്രോസസ് ട്രാക്ക് പറയുന്നതാണ് ഈ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മള് ദോശ ചൂടാൻ വേണ്ടിയിട്ട് മാവെല്ലാം കുഴച്ച് സെറ്റാക്കിയിട്ട് ചട്ടി ചൂടാക്കി വെക്കും. ആർട്ടിസ്റ്റുകൾ വരുന്നു, മാവ് എടുക്കുന്നു, കൊടുക്കുന്നു പറഞ്ഞ സംഭവമാണ്. സിമ്പിൾ ആയിട്ട് ഇതിലും എളുപ്പത്തില് ഡബിങ് പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്ക് അദ്ദേഹം ജയദേവൻ അതുപോലെ ഫേമസ് ഫിലിം ആണ്. അദ്ദേഹമാണ് ഇതിനകത്ത് നമ്മുടെ ഭൂമണ്ണ എന്ന് പറയുന്ന പെപ്പയുടെ അപ്പനെ പേരെടുത്ത് വിളിക്കുന്നോടാ നായിന്റെ പിന്നെന്താ മോനെ, അവന്മാരെ 14 വർഷം കാട്ടിലേക്ക് അയക്കാന്ന് മനസ്സാലെ നേർന്നിട്ടുണ്ട് ഞാൻ. അപ്പനെ കയറി പേരെടുത്ത് വിളിക്കുന്നോടാ തണ്ടിയില്ലാത്തവനെ. അടിപൊളി. ഓക്കെ. ആ സത്യം പറഞ്ഞ പെപ്പയും അതുപോലെ തന്നെ ഭൂപ, ഈ 2 കഥാപാത്രങ്ങളും ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു അതിനകത്ത്. കാരണം ഡബ് ചെയ്യുന്നതിനകത്ത് ഇങ്ങനെ ഒരു ഹ്യൂമർ ടച്ചില് അങ്ങനെ അത്. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാന്താര ആദ്യം ഫസ്റ്റിൽ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പക്ഷെ അത് ഈ ഒരു ഭാഗ്യം തന്നത് അശ്വനും നിർമ്മലും നിങ്ങളോട് ഒരു വലിയൊരു നന്ദിയാണ് പറയാൻ. കാരണം എത്രയോ ഇപ്പോൾ നിങ്ങളടക്കമുള്ള പുതിയ ഒരുപാട് പേർക്കുള്ള വോയിസുകൾ പരിഗണിച്ചു എന്നുള്ളതാണ്. സെയിം ലിസ്റ്റ് എടുത്തിട്ട് അതിങ്ങനെ ഫോളോ ചെയ്യാതെ നമുക്കൊക്കെ ഒരു അവസരം തന്നിട്ട് ഒന്ന് ചെയ്ത് നോക്ക്, നമുക്കത് നോക്കാം. എനിക്ക് തോന്നുന്നത് ഒരു 4-5 ക്യാരക്ടർ എടുത്ത് പയറ്റും മറിച്ചും തിരിച്ചും ഗുണിച്ചും കഴിച്ച് എന്നെ എന്തായാലും ഉൾപ്പെടുത്തണം എന്ന് ഒരു മനസ്സുകൊണ്ട് തീരുമാനിച്ചാണോ, അതൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് അവസാനം ഇങ്ങനെ ഒരു ഭൂപയിലേക്ക് വന്ന് എത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞ ചേട്ടാ ഒരുപാട് പണിയെടുത്തു കേട്ടാ, ഇത് ഭൂപയിലേക്കൊന്ന് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് പണിയെടുത്തെന്ന് പറയും. അപ്പോൾ അതൊരു വലിയ ഇഷ്ടമാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയൊരു കംഫർട്ട്നെസ് ഉണ്ട്. നമ്മുടെ സജഷൻ പറഞ്ഞാൽ നല്ലതാണോ ടെക്, നല്ലതാണോ ടെക്. അപ്പോൾ ഇത് നല്ലത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. അതിനകത്തൊരു ഈഗോ വർക്കൗട്ട് ചെയ്തിട്ടില്ല ഒരു വിധത്തിലുള്ളൊരു. അതാണ് ഈ ഒരു ടീമിൻ്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയൊരു കാര്യം. താങ്ക് യു. അത് ഒരു വലിയ കാര്യമാണ്, വലിയ പോയിന്റാണ്. സാക്ഷാൽ ഭൂപ തന്നെയായി പറയുന്നത് കാര്യങ്ങളല്ല. അപ്പൊ ഇതിനകത്ത് തീർച്ചയായിട്ടും ഇപ്പൊ ഋഷഭ് കഥാപാത്രത്തിന് സൗണ്ട് കൊടുത്തിരുന്ന ഇപ്പം സൂര്യചേട്ടൻ, അത് വലിയൊരു ടാസ്ക് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇടയ്ക്കുള്ള കുറെ സ്ക്രീമുകളും കാര്യങ്ങളും എല്ലാം. അപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു പരിപാടി? അതെല്ലാം നമ്മൾ നേരത്തെ ഈ 1 ഒക്കെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടായിരുന്നു ഈ 2-ന് വേണ്ടി? എനിക്ക് റെഫറൻസ് ഇവര് മാത്രമായിരുന്നല്ലോ. എന്റെ റെഫറൻസിലാണ് 1 കണ്ടിരുന്നു. അത് എനിക്ക് തോന്നുന്നു അശ്വിന്റെ കോള് വന്നപ്പോ തന്നെ, അതായത് സെലക്ട് ആയെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ആ ക്ലൈമാക്സ് വീണ്ടും കാണുകയുണ്ടായി. കാരണം ആ ഒരു പോസിറ്റീവ് ഡിവൈൻ നമുക്കൊന്നുകൂടി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ നമ്മൾ ആ റിംഗ് ടോൺ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ആ മൂഡിലേക്ക് ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ റിംഗ് ടോൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നേരത്തെ ജയദേവൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ പരിഗണിക്കാന്ന് പറഞ്ഞാൽ 2019 തുടങ്ങി ഈ ഇൻഡസ്ട്രിയിൽ സജീവമായിട്ടുണ്ട്. ഇപ്പൊ ആർജിയാണ്. 2022 തുടങ്ങിയിട്ട് ആർജി പരിപാടിയായിട്ട് പോവുകയാണ്.
പരിപാടിയായിരുന്നു. പിന്നെ അതിലെ ഭൂതക്കോലം കിട്ടുന്നതൊക്കെ അലർച്ചയൊന്നും എൻ്റെ അല്ല, അത് ഒറിജിനൽ അദ്ദേഹത്തിന്റെ തന്നെ ശബ്ദമാണ്. ബെർമയെന്ന് പറഞ്ഞ കഥാപാത്രം വരുന്നിടത്തും പിന്നെ ഫൈറ്റ് സീനിലൊക്കെയുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു സക്സസ് എന്ന് വെച്ചാൽ നിർമ്മലിന് ഓൾറെഡി കഥ ഉള്ളിൽ കിട്ടിയത് കാരണം ഇത് പറയാൻ എളുപ്പമായി. അശ്വിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡയലോഗ് മീറ്റർ ആക്കുന്നതിനകത്ത് പുള്ളി ഭയങ്കര എക്സ്പെർട്ട്. അത് ടക്കെന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു തരും, അത് മീറ്ററിൽ പറഞ്ഞു വെച്ചേക്കും. അപ്പം ഇത് രണ്ടും കൂടി ഒരു ഒന്ന് ഒരു കാതൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നപ്പോൾ ഒരു കോംബോയും ആർട്ടിസ്റ്റുകൾക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നി. അതാണ് എനിക്ക് ഇത്രയും വലിയൊരു പടം ചെയ്യുന്നതിനുള്ള എനിക്ക് തോന്നുന്നു നിർമ്മലയ്ക്ക് ഇപ്പോഴും മറ്റേ ബിഗ് ബോസ് ഇന്ന് ചാടി പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കില്ല, ഇത് ഇവിടെ എവിടെ ഇത് എന്നുള്ള ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക്. കാരണം ഇതെന്ന് വെച്ചാൽ അത്രയും ഇതിനകത്ത് ഇവർ ഇൻവോൾവ്ഡ് ആയി. ഇതിന് പുറത്തൊരു ലോകമില്ലായിരുന്നു. ഈ 1.5 മാസം എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇതിന് പുറത്തൊരു 2.5 മാസം ഇവർക്ക് വേറൊരു 2 മാസം മൊത്തം തലയ്ക്കുള്ളിലുണ്ട്. ബാക്കി എല്ലാവർക്കും സമയങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു കൊടുത്തു. നമ്മൾ ആരും സിനിമ കണ്ടിട്ടില്ല, ഇവര് മാത്രമാണ് 30-50 തവണയൊക്കെ കണ്ടിരിക്കുന്നത്. നമ്മള് കണ്ടി തിയേറ്ററിൽ തന്നെയാണ്. എന്റെ കഥ അറിയാണ്ടാണ് ഞാനൊക്കെ ആട്ടം കണ്ടത്. കഥ എന്താണെന്ന് അറിയില്ലായിരുന്നു. സീൻ കഴിയുമ്പോ ഇവര് മോട്ടർ ഓഫ് ചെയ്ത് കളി, അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് പരിപാടിയായിരുന്നു. ഇപ്പൊ എന്നോട് നിർമ്മലേട്ടൻ നേരത്തെ പറയണ്ടേ, അതായത് ഇപ്പൊ ഇതിന്റെ പക്ക ഒരു റോ വേർഷനാണ് ഡബ് ചെയ്യാൻ നേരത്തെ കിട്ടുന്നത്. ഇതിന്റെ യാതൊരു വിധത്തിലുള്ള BGM കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ് നിങ്ങൾ ഡയലോഗ് സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെയാണ് ആ പരിപാടി? കാരണം ഇപ്പൊ നമുക്ക് ഒരു സീൻ എത്രത്തോളം എലവേറ്റ് ചെയ്യണമെന്നൊക്കെ അറിയുന്നത് അതിന്റെ BGM വെച്ചിട്ടാണോ അതോ ഈ നിർമ്മലേട്ടൻ പറയുന്നത്? അല്ല, ഒരു പ്രൊജക്റ്റിലും നമ്മൾ ഡബിംഗ് പ്രോസസ്സിൽ BGM ഒന്നും ഉണ്ടാവില്ല. നമ്മൾ റോയൽ തന്നെ മലയാള സിനിമ ഏത് ലാംഗ്വേജിലാണെങ്കിലും ഓൺ ലാംഗ്വേജ് ആണെങ്കിലും ഡബിംഗ് പ്രോസസ്സിൽ BGM ഒന്നും ഉണ്ടാവില്ല. ഈവൻ കൗണ്ടർ പോലും ഉണ്ടാവില്ല. ഞാൻ ഡബ് ചെയ്യുമ്പോ ഇപ്പൊ ഋഷഭ് സാറിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറിന്റെ ഒറിജിനൽ ശബ്ദമായിരിക്കുള്ളൂ. ആരെ ഡബ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. നമ്മളപ്പോ ഇവരുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഇവരുടെ കരുത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവർക്കറിയാലോ കഥ. അപ്പൊ ഇവര് പറഞ്ഞു ഇതാണ് ഇമോഷൻ, ഇതാണ് മീറ്റർ, ഇതാണ് സംഭവം. അപ്പൊ അങ്ങനെ പിടിച്ചാണ് നമ്മൾ ഓരോ ഡയലോഗ് എടുത്തിട്ട്. ഇപ്പം ഋഷഭ് സാറിന്റെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് തോന്നിയിട്ടുള്ള സംഭവം എന്തായിരിക്കും? പുള്ളി ഒരു ഒറ്റ ബ്രീത്തിൽ, അതായത് ഒരു സെന്റൻസ് ഒക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഇപ്പൊ 16-17 പോയിട്ടുണ്ട്. പോണേ പറഞ്ഞോ, കന്നഡയിൽ തരുന്നുണ്ട്. ഞങ്ങളുടെ ആളുകളെ തുറങ്ങളുടെ അവരുടെ രക്തം കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഖജനാവ് നിറച്ചിട്ട് ഇപ്പൊ സമാധാനം പറയാൻ വന്നിരിക്കുന്നോ? കുറെ ടേക്ക് പോയി. കാരണം മീറ്റ് എത്തണം, കുറഞ്ഞു കൂടി സംസാരിക്കുന്ന എന്താ വെച്ചാൽ അത്ര എത്തണം. ഔട്ട് സ്ട്രെച്ച് പരിപാടിയാണ്. ഇത് ഇത്ര ടേക്ക് വേണ്ട പഠിച്ചെന്നറിയോ? കുറച്ച് പണി ഉണ്ടായിരുന്നു. പറഞ്ഞില്ലേ അശ്വിൻ പറഞ്ഞ ഒരു 50 ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ 50 ആർട്ടിസ്റ്റ് ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അത് തന്നെയാണ് ഈ ഒരു ഇപ്പോ ഇതൊരു മലയാളം കാണുന്ന സമയത്ത് ഒരു ഡബിംഗ് മൂവി അല്ല എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഇവരെടുത്തിരിക്കുന്ന എഫേർട്ട് തീർച്ചയായിട്ടും നമ്മൾ ഉയർത്തി കാണിക്കണം. എവിടെയാണെങ്കിൽ നമ്മൾ, കാരണം നമുക്ക് പലതരത്തിലുള്ള ഡയലോഗ് മാറ്റാം, അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആവും. പക്ഷെ എല്ലാം 2-3 ടേക്ക് വെച്ച് തന്നെ പോയിട്ട് തന്നെയാണ് എല്ലാ ക്യാരക്ടേഴ്സും. ഇപ്പൊ നിഖിലിന്റെ ക്യാരക്ടറൊക്കെ എന്ത് രസമായിട്ട് ഡബ് ചെയ്തിരിക്കുന്നത്. കാരണം പല ഇമോഷൻസിലൂടെ പോകും. ചിരിയുണ്ട്, പിന്നെ ദേഷ്യമുണ്ട്, അല്ലേ, കുറച്ച് ഫ്രണ്ട്ഷിപ്പിന്റെ സാധനമുണ്ട്. അല്ല, ക്യാരക്ടറിന്റെ ഒരു ഹാഫ് ടൈം വരെയുള്ള സമയം എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു കോമഡി വേർഷൻ ആണ് കൂടുതൽ. പുള്ളി ഒരു അലസനായിട്ടുള്ള ഒരു രാജാവിന്റെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ക്യാരക്ടർ ചേഞ്ച് വരുന്നുണ്ട്. അതെ അതെ, നല്ലൊരു സീന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതെ അതെ, 1-2 ഒരു ടോട്ടൽ ഒരു 12 സീനോളം ചേട്ടന്റെ ക്യാരക്ടറിന്റെ ഒക്കെ നല്ല കോമഡി, ഈ കോമഡി സാധനങ്ങൾ ഒരു 5 മിനിറ്റ്സ് കണ്ടിന്യൂസ് ഓളം കട്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡബിന് ശേഷമാണ് ഇതൊക്കെ കട്ടാവുന്നത്? അപ്പൊ 2 ഡെഡ്ലൈൻ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഡെഡ്ലൈൻ നമ്മുടെ ഫ്രണ്ടിലല്ല, തിയേറ്റർ റിലീസ് ആക്കണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു 4 ദിവസം നമ്മൾ മിക്സ് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ അതുവരെ നമ്മൾ മാക്സിമം ഭംഗിയാക്കുന്ന രീതിയിൽ മെയിൻ ഒറിജിനൽ ലാംഗ്വേജ് അവരും ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള സബ് ലാംഗ്വേജസ് എല്ലാ ലാംഗ്വേജസും അവരും ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഒരു പാൻ ഇന്ത്യ പടം എന്നപോലെ പാൻ ഇന്ത്യ മാസ് ഡബിംഗ്. ഈ ഫിലിമിന്റെ ഒരു ഒറിജിനൽ ഓഡിയോ വെച്ചിട്ട് അതിനെ അല്ലേ നിങ്ങൾ ട്രാൻസ്ലേറ്റ്? അതിനാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ ഇതിനെ പറ്റി അവെയർ അല്ല. ഡബിംഗ് പ്രോസസ് എന്താണെന്നുള്ളത് കുറെ പേർക്ക് ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ കാണിക്കുമ്പോൾ കാന്താരയുടെ ഏറ്റവും അവസാനത്തെ ഒരു സീനിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, കോഴിക്കുഞ്ഞ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അത് എന്താണ് അവിടെ പ്ലേസ് ചെയ്തതിന്റെ ഒരു ഐഡിയ എന്നുള്ളത് എനിക്ക് അന്നേരം എനിക്കൊന്നും മനസ്സിലായി. എനിക്കത് ഡയലോഗ് ആയിട്ടില്ല. അതായത് ആ പോർഷനില് ഋഷഭ് സാർ അവസാനം ഈ നായികയെ കൊല്ലുന്ന ഒരു മൊമെന്റിലാണത്. അപ്പോൾ അവർ പറഞ്ഞത് കെന്നിപ്പെരടെ എന്നാ പറയുന്നത്. അപ്പോൾ സാറിന്റെ വോയിസ് അത് കെന്നിപ്പെരടെ എന്നാ കേൾക്കുന്നത്. അപ്പോൾ സബ് ടൈറ്റിലാണ് കോഴിക്കുഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും
കെന്നിപ്പേടേനെ പറഞ്ഞ ഉണ്ട് താഴെ കോഴിക്കുഞ്ഞ് കാണുമ്പോൾ നെക്സ്റ്റ് ഷോട്ട് നായികയുടെ സ്പോയിലർ അല്ലല്ലോ അല്ലേ, കോഴിനെ കൊല്ലുന്ന പോലെ തല അങ്ങിങ്ങനെ ആക്കി ചെയ്ത് അത്ര സിമ്പിളായിട്ട് കൊല്ലാൻ പറ്റുന്ന കാണിക്കുന്നതാണ് ആ ഒരു സീനാ. അത് ഫസ്റ്റ് ആ കാലഘട്ടത്തിൽ കോഴിക്കുഞ്ഞിനെ കെന്നിപ്പേരുടെ എന്നാണ് തുള്ളിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് ഓൾറെഡി അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു തന്നായിരുന്നു ഇതായിരിക്കും സീനെന്ന്. അപ്പോൾ അതന്നെ കോഴിക്കുഞ്ഞ് കണ്ടു കഴിഞ്ഞ് നെക്സ്റ്റ് ഷോട്ട് കാണിക്കുമ്പോൾ എല്ലാവർക്കും ഓ ഇതാണല്ലേ ആ ഒരു എക്സ്ട്രീം ആയിരിക്കും. മായാരൂപൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് ഋഷഭ് ഷെട്ടി തന്നെയാണ് ചെയ്തത്. ഏജ്ഡ് ആയിട്ടുള്ള ആണോ? അതെ പക്ഷെ അതിലെ CG ഉണ്ട്. അത് ബോഡി സ്വാപ്പ് അങ്ങനെ വല്ല പരിപാടി? ഫസ്റ്റ് വരുന്ന മായാരൂപൻ ചൂണ്ടിയിടുന്ന അവിടെ കാണിക്കുന്ന മായാരൂപൻ വേറെ ആളെ ചെയ്തു. ഈ ലാസ്റ്റ് എൻഡിങ്ങില് ഈ ഫൈറ്റിന്റെ സമയത്ത് ഇങ്ങനെ ഒരു ശൂലം കൊണ്ട് കുത്തുന്ന അത് സാറിനെ ചെയ്തു. ഓക്കെ ഓക്കെ. അതെന്താ VFX CG അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി? ഹെഡ് മാത്രമാണ് സാറിന്റെ. അത് മേക്കപ്പ് നമ്മുടെ മലയാളി റോണക് സേവിയർ മേക്കപ്പ് ടീം വരാം. അവർക്ക് നമ്മുടെ മേക്കപ്പ് ടീം മെയിൻ ആയിട്ട് ക്വാളിറ്റി എന്തൊക്കെ വേണം, ക്വാളിറ്റിക്ക് വേണ്ട എല്ലാവരെയും അവർ ഹയർ ചെയ്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവർ എത്തിക്കും. അത് അപ്പൊ ആ ക്യാരക്ടർ കാണിക്കുന്ന ഒരു കാലഘട്ടത്തെ. അതെ അതെ ശരിക്കും പുള്ളി ഒരു ദൈവമാണ്. അതാണ് പുള്ളി മരിച്ചു കഴിയുന്ന സമയത്ത് കത്തി കൊണ്ട് കുത്തി കഴിയുമ്പോ പുള്ളി തീയായിട്ടാണ് മാറുന്നത്, തീന്റെ ഒരു അംശമായിട്ടാണ് മാറുന്നത്. അപ്പൊ അതിനകത്ത് അതൊരു ദൈവത്തിന്റെ ഒരു സംഭവമാണ്. പുള്ളിക്ക് രൂപമില്ല, അതാണ് മായാരൂപൻ. ലാസ്റ്റ് കുത്തി കഴിയുമ്പോഴായപ്പോലും പുള്ളി ഒരു ടൈപ്പ് ഓഫ്. ഇപ്പം ഡബിങ് ഡയറക്ടേഴ്സ് എന്ന രീതിയിൽ രണ്ടുപേരും, അതായത് ഇപ്പം ഫസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനൽ പാട്ട് നിങ്ങൾക്ക് കാണുമ്പം ഏത് രീതിയിലാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ആവുന്നത്? ഈ ഒരു കഥാപാത്രം ഇന്ന ആൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം വേറൊരാൾക്കാണ് കൊടുക്കേണ്ടതെന്നുള്ള ആ ഒരു ഡബ് ചെയ്ത പോർഷൻ കാണുമല്ലോ, ഒറിജിനൽ കാണുമല്ലോ. അപ്പൊ നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജും ഫേസും അവരുടെ ഒരു വോയിസ് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഏത് ആർട്ടിസ്റ്റ് ചെയ്താൽ ഇത് വൃത്തിയാവും. ശബ്ദം മാത്രം കിട്ടിയാൽ പോലെ പെർഫോമൻസും കൂടെ നന്നാവണം. അപ്പം ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ അതുപോലെ വലിയൊരു ക്രൈറ്റീരിയ ആണ് അത് ചൂസ് ചെയ്യാന്നുള്ളത്. ഓക്കെ ഓക്കെ. അപ്പം ഈ സൂര്യചേട്ടനാണോ ആദ്യം വന്ന ബെസ്റ്റ് ഓപ്ഷൻ? അല്ല, നമുക്ക് ഒരുപാട് കൊടുത്തില്ല, 7-8 ഓപ്ഷൻസിൽ നിന്നാണ് സുരാജിന്റെ വോയിസ്. സിമിലാരിറ്റി ഋഷഭ് സാറുമായിട്ട് സിമിലാരിറ്റി ഉണ്ടായിരുന്നു വോയിസ്. സുരാജിന്റെ ഡബ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്രോച്ച് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു യാതൊരു രീതിയിലും ഇപ്പം ഫസ്റ്റ് പാട്ട് നിങ്ങളല്ല ചെയ്തതെന്നോട് നിർമ്മലേട്ടൻ പറഞ്ഞു. ഫസ്റ്റ് പാട്ട് ചെയ്തത് നമ്മുടെ ഐരിഷ് എന്ന് പറയുന്ന ആളാണ്. പക്ഷെ അതും ഈ സൗണ്ടുമായിട്ട് യാതൊരു രീതിയിലുള്ള ഒരു വ്യത്യാസമോ ഒന്നും. ആ വോയിസും ആക്ച്വലി നമ്മൾ കൊടുത്തിരുന്നു, അതും പ്രൊജക്ട് ആയി. ഒരു പ്രൊജക്ട് ചെയ്തു അവരത്. അതായത് ഫസ്റ്റ് ചെയ്ത വോയിസ് വീണ്ടും ചെയ്ത വോയിസ് നമ്മൾ ഋഷഭ് സാറിനെ കൊടുത്തിരുന്നു. അത് അദ്ദേഹം കണ്ടിട്ട് സ്ട്രക്ചർ ഡിഫറെന്റ് ആണ് ബ്രോ. അതായത് ഇപ്പൊ ഫസ്റ്റ് അതുപോലെ തമിഴിൽ അങ്ങനെ തന്നെ മണികണ്ഠൻ ചേട്ടൻ നമ്മുടെ ആക്ടർ മണികണ്ഠൻ സാറാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇപ്പൊ ഇച്ചിരി കാടൻ ഒരു നേച്ചറുള്ള ഒരു കാട്ടിലെ അത്രയും വൈൽഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സാറിന്റെ ക്യാരക്ടർ. പിന്നെ അത്രയും ഡൈമെൻഷൻസ് ഉണ്ട്, അത്രയും വേരിയേഷൻസ് ഉണ്ട്. സ്ക്രിപ്റ്റിംഗ് സമയത്ത് സാർ ചോദിച്ചായിരുന്നു ഫസ്റ്റ് ചെയ്ത ആർട്ടിസ്റ്റിനെ അറിയിച്ചു, ആ സാർ അറിയാം, അപ്പൊ അവരെ കൊണ്ട് ട്രൈ ചെയ്യിക്കുന്നു ചോദിച്ചു. ട്രൈ ചെയ്യിക്കാം, പക്ഷെ ഇപ്പൊ സ്ട്രക്ചർ കാണുമ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത്, അപ്പോൾ മേ ബി ചേഞ്ച് ആവുമായിരിക്കും പറഞ്ഞപ്പോൾ സാർ അതിനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. ഞങ്ങള് ഇതിന്റെ ഡബിങ് നടക്കുന്ന സമയത്ത് വണ്ടി കളമശ്ശേരിയിലേക്ക് ഞങ്ങൾ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എപ്പോൾ വിളി വന്നാലും ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി. ഇതിലുണ്ടല്ലോ ഡബ് ചെയ്ത് തീർത്തിട്ട് പോയാലും പിന്നെ സീൻസ് ആഡ് ആയിക്കൊണ്ടിരിക്കും. കാരണം അത്രമാത്രം കഷ്ടപ്പെട്ടല്ലോ. 5 വർഷമാണ് ഋഷഭ് സാർ ഈ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ പറയുന്നത് ഫുൾ തീർത്തോട് പോയി, അപ്പൊ ഒരു സീൻ വന്നിട്ടുണ്ട്. പക്ഷെ ആ സീൻ നമ്മൾ വീണ്ടും ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. ഇത് അവര് റീഷൂട്ട് ചെയ്യുന്നതാണോ അതോ എന്ത് സംഭവിക്കും? ഒന്നെങ്കിൽ എഡിറ്റ് കട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ ആയിട്ട് നോർമൽ ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സീനിന്റെ ഇടയിൽ ലിപ്പില്ലാത്ത സ്ഥലത്ത് പുതിയ ഡയലോഗ്സ് ആഡ് ചെയ്യും. അതെ, ലിപ്പില്ലാത്ത സ്ഥലത്ത് കോമഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ പറ്റാവുന്ന നമ്മുടെ വൾഗറാവാത്ത രീതിയിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. ആഡ് ഓൺ റീഷൂട്ട് ആണെങ്കിൽ റീഷൂട്ട് ചെയ്യാം. എനിത്തിങ് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. വളരെ സ്വാഭാവികമായിട്ടുള്ള ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര കാഷ്വൽ, ഒരിക്കലും ഒരു മാസം ഒരു സാധനവും ഇല്ല. നമ്മളിപ്പോ നമ്മുടെ മുമ്പിൽ മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം KGF, ബാഹുബലി ഇതൊക്കെയാണല്ലോ. പക്ഷെ ആ രീതിയിൽ മീറ്റർ പിടിക്കണ്ടേ. ഞാൻ ആദ്യത്തെ ലോകം അങ്ങനെ കയറ്റിയപ്പോഴും എവിടെ പോലും എന്നിട്ട് ഈ രീതിയിലായിരുന്നു പരിപാടി. അപ്പൊ തന്നെ നമ്മൾ നോർമൽ എങ്ങനെ സംസാരിക്കാം അത് തന്നെ ഇമോഷൻ വെച്ചിട്ട് കൊടുത്താൽ. എനിക്കൊരു ഭാഗ്യം ഉണ്ടായത് അശ്വിൻ വിളിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ ഹ്യൂമറിൻ്റെ ഒരു ഏരിയ ഒന്ന് ചേട്ടാ ഒന്ന് ഇരിക്കാമെന്ന് ചോദിച്ചത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിളി വരിക എന്ന് പറയുന്നത് തന്നെ, ഞാൻ ബേസിക്കലി മിമിക്രി ആർട്ടിസ്റ്റാണ്. ചാനൽ ട്രൂപ്പുകളും പരിപാടികളൊക്കെ പോയിട്ടുണ്ട്. പല ക്യാരക്ടറുകൾ നമ്മൾ ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും ഹ്യൂമർ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് ആ ചെയ്യുന്ന സമയത്ത്. അല്ലാതെ ചേട്ടാ ഒന്ന് ഹ്യൂമറിൻ്റെ ഏരിയയിൽ ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി വരാമോ എന്ന് ചോദിച്ചപ്പോഴത്തേനും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അംഗീകാരം തന്നെയായിരുന്നു. അത്
അപ്പം ഇപ്പം ചിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞൊന്നും ആയിരിക്കില്ല, നമ്മൾ പറയുന്നതിനെ എതിർത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നിട്ട് അപ്പുറത്ത് തട്ടിയിട്ട് പോളിഷ് ചെയ്തിട്ട് സാധനമാണ് അവിടെ വന്നത്. അല്ല നമ്മൾ പറഞ്ഞ അതൊന്നുമല്ല. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ അതിങ്ങനെ ചെയ്തല്ലോ, അപ്പത്തിനും അശ്വിനപ്പോൾ വേറൊരു കാര്യം പറയും. അപ്പോൾ അതിന്ന് ഏതാണോ സംഭവിച്ചത് അത് ചിരിച്ചോ അത് എടുക്കുക എന്നുള്ളൊരു ഇല്ല. ഡബ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഫിലിം ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്യുമ്പോഴും സെറ്റ് ആവില്ല തോന്നുന്നു. അപ്പൊ വീണ്ടും മാറ്റും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സിനിമയല്ലേ. അവിടെ പുള്ളി കിടന്ന് കഷ്ടപ്പെട്ട വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് ചോദിച്ചാലും അവസാനം പറഞ്ഞ കാന്താരയാണ്. പിന്നെ ഒരു മൊഴിമാറ്റം നടത്തുമ്പോൾ ആ പ്രോസസ്സിൽ തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. ഈ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയോഗത്തിന്റെ ഒക്കെ അത് എപ്പോഴായാലും എത്ര ചേഞ്ച് ചെയ്താലും പിന്നെയും നമുക്ക് റീചെക്ക് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അത് പിന്നെയും അത് മൊത്തം വൃത്തിയായെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് കാണുമ്പോൾ വീണ്ടും അത് ചെയ്യണം തോന്നുന്നു. സ്വാഭാവികമാണത്. സാർ കേൾക്കണ്ട. ഇതുപോലത്തെ കറക്റ്റ് ആയിട്ട് ജഡ്ജ്മെന്റ് തരാൻ പറ്റുന്നത് നമ്മൾ പടം മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് അത്രയും നോളജ് ഉള്ള കുറെ കാര്യം അറിയുന്ന ഒരാള് ഫ്രഷ് ആയിട്ട് കൊണ്ട് പടം കാണിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നമ്മൾ കുറെ കണ്ട അതിന്റെ ലൂപ്പിലാണ്. അങ്ങനത്തെ ആ ഒരു പ്രോസസ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ആ ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഒരാൾ അവൈലബിൾ ആയില്ല. അപ്പൊ മനസ്സാലെ അതും കൂടെ അങ്ങ് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് സിനിമ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഞാൻ ആക്ച്വലി 3 വട്ടം സിനിമ കണ്ടിരുന്നു. ഫസ്റ്റ് ഡേ രാവിലെ നമ്മൾ ഒരുമിച്ച്. അതെ. അപ്പം തവണ എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ ആയിരുന്നു. അതായത് അവിടുത്തെ ഗ്രാമത്തിലെ പണിയെല്ലാം ചെയ്തിരുന്ന സംഗപ്പ എന്നാണോ ക്യാരക്ടർ? അയ്യോ അത് ഭയങ്കര ഹ്യൂമറസ് കഥാപാത്രമാണ്. സത്യം. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പം ഒരു കന്നഡ പടമൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് ഒരു റീസെന്റ് ഇയേഴ്സിൽ അത് വളരെ രീതിയിൽ മാറി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും മുമ്പൊക്കെ കണ്ടുവന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത്തരം സിനിമകളുടെ മലയാളം വേർഷൻ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള രീതിയിലായിരുന്നു ഡയലോഗുകൾ എഴുതി വെക്കുന്നത്. നമ്മുടെ കേരള ഓഡിയൻസിന് ട്രോൾ വരാത്തത് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പം അശ്വന്ത് ബുക്കും ഒക്കെ ഉണ്ട്. അപ്പൊ അവര് ട്രോളാത്ത രീതിയിൽ ഒരുപാട് തവണ പറഞ്ഞിട്ട് ഫസ്റ്റ് ഓരോ ഡയലോഗ് അതായത് പറഞ്ഞത് എവിടെന്നാ കിടന്ന കുട്ടിക്ക് എന്തിനാ പറഞ്ഞിട്ട് ഇതില്ല ഡയലോഗ്സ് ഒക്കെ പൊളി എന്നാ പറഞ്ഞ. അപ്പൊ ഞാൻ ഇതെവിടെ കിട്ടുന്നത്? ഞാൻ ഡയലോഗ് ഈ ഡയലോഗ് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് കോംപ്ലിമെന്റ് എന്നല്ല ആൾ പറഞ്ഞ അങ്ങനെയല്ല. പക്ഷെ പുള്ളി പക്ഷെ ഭയങ്കര ഒബ്സർവ് ചെയ്യും. അല്ല പടത്തിലെ ഡബിങ്ങിനെ കുറിച്ച് പൊതുവെ ഈ നിരൂപണം ചെയ്യുന്നവരെല്ലാവരും വളരെ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓഡിയൻസിന് ഒപ്പം ഇരുന്ന് കാണുമ്പോൾ നമ്മുടെ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും സിനിമ കാണുന്നുണ്ട്. ഞാൻ ഫ്രണ്ട് റോയിലായിരുന്നു സീറ്റ് അവിടെ കിട്ടിയത്. എല്ലാവരും നോക്കണ്ടോ കുഴപ്പമില്ല ടിക്കറ്റ് നമുക്ക് എന്തായാലും കുറെ കണ്ടതല്ലേ. എന്നാലും ഈ ഒരു എക്സ്പീരിയൻസ് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നോക്കുന്നത്. ഹൗസ്ഫുൾ ആയിട്ടാണ് അങ്ങനെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. അപ്പൊ എല്ലാവരും കണ്ടോണ്ടിരുന്നു. അപ്പൊ ഓരോ കൈയുടെ വരുമ്പോഴും ഓരോ ചിരിയിടുമ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് കൈ കൂപ്പിക്കണം. കാരണം ഇതെല്ലാം അംഗീകാരം പറ്റും. അവിടെ നിന്നിട്ട് ഇതൊന്ന് താങ്ക്സ് പറയാൻ പറ്റില്ല. അപ്പൊ അവര് ശരിക്കുമ്പോഴും അവര് മാസം എല്ലാം ചെയ്യുമ്പോഴും ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര നന്ദി. ഞങ്ങള് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളവർക്ക് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഞാൻ അപ്പോഴാണ് ഞാൻ നിർമ്മലേട്ടനെ കാണുന്നത്. നിർമ്മലേട്ടൻ അശ്വിൻ ചേട്ടനെ അപ്പോഴാണ് കാണുന്നത്. നിർമ്മലേട്ടൻ എനിക്ക് തോന്നുന്നു ഈ ആളുകളെ എല്ലാം കണ്ട് ഈ പീക്ക് മൊമെന്റിൽ നിൽക്കുക, കിളിപോയ അവസ്ഥയിൽ നിൽക്കുക. എന്നെ കണ്ട് ഞാൻ ഇങ്ങനെ റിവ്യൂ ചോദിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും ഈ കൈ കൊണ്ടാണ് ഞാൻ കാന്താര എഴുതിയെന്ന് പറഞ്ഞത്. ഞാൻ ദൈവമേ ഋഷഭ് ഷെട്ടിയപ്പോ ഏതാ സെൻസർ വർക്ക് ഓൾ ഇൻ ഓൾ ഈ കൈ എല്ലാം ഈ കൈയിലാണ് സംഭവം. അപ്പൊ എനിക്ക് എപ്പോഴും മനസ്സിലായി. കാരണം പുള്ളിയുടെ ഇത്രയും നാളത്തെ ഹാർഡ് വർക്കും പരിപാടിയും എല്ലാം പ്രേക്ഷകരുടെ ആ ഇമോഷനും അവരുടെ ഹാപ്പിനെസ്സും എല്ലാം കണ്ടപ്പോഴത്തേന് അശ്വിൻ ചേട്ടനായാലും നിർമ്മലേട്ടനായാലും രണ്ടുപേർക്കും അത്രത്തോളം എഫക്റ്റീവ് ആയെന്ന് എനിക്ക് ഇത്രയൊരു വാസ്തവമാണ്. നമ്മള് പ്രതീക്ഷിച്ചതിന് ഒരു ഡബിൾ മടങ്ങാണ് ഔട്ട് കിട്ടിയത്. അടുത്ത 1000 കോടിയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞത് 1000 കോടി ജനങ്ങളുടെ നന്ദി മതി. പണ്ട് നമുക്ക് എന്തോ പൈസ എന്തായാലും
നടക്കുമല്ലോ 1000 കോടി അല്ലേ? അതെ. Confirm ആയിട്ട് 1000 കോടി. അതെ, അതെ. അതെ. പക്ഷേ ഇപ്പൊ 700 കഴിഞ്ഞ അത്രയും news സന്തോഷം വന്നു. മതിയായിരുന്നു മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് പടങ്ങൾക്കും അത് ഈ 1000 കോടിയിൽ നിന്ന് എത്ര കോടി ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് കിട്ടും? അല്ല, ഇതിനകത്ത് 1000 കോടിയുടെ നന്ദി എന്ന് പറഞ്ഞില്ലേ, അതാണ് കൃത്യമായ കാര്യം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിനകത്ത് വലിയൊരു ഇതിനു മുമ്പ്- ബെഞ്ച് മാർക്കാണ് ഇങ്ങനെ. അല്ല, അതെ, അതെ, ഒരു milestone ആയിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ശ്രീനേട്ടന് കുറുക്കൻ സിനിമയിൽ ശ്രീനേട്ടന് ഞാൻ ശബ്ദം കൊടുത്തിട്ടുണ്ട്, ആണല്ലേ? അനുകരിച്ചിട്ടുണ്ട്. അനുകരിച്ച് ത്രൂ ഔട്ട് കുറുക്കൻ സിനിമയിൽ ശ്രീനേട്ടൻ. പക്ഷെ അതൊന്ന് പറയണമെന്നുണ്ട്, ഞാനാണ് ശ്രീനേട്ടന് ശബ്ദം കൊടുത്തത്. പക്ഷെ പറയൂ. അല്ല, അത് പറയാനുള്ള വിങ്ങിപ്പൊട്ടി കൊണ്ട് അല്ല, അത് പിന്നെ പറഞ്ഞു, ഞാനത് നമ്മളത് പറഞ്ഞു. പക്ഷെ അത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം അതിനുള്ള പൈസ തന്നായിരുന്നു. അപ്പോൾ ഇത് പറയരുതെന്ന് പറഞ്ഞിട്ടുള്ള പൈസയും കൂടെ ചേർത്താ തന്നത്. ശ്രീനിയേട്ടനെ ചെയ്ത പരിപാടി എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു സംഭവം പറയാൻ പറ്റുമോ? Main ആണ്. ചെയ്യ്, ധൈര്യമായിട്ട് ചെയ്യ്. ശ്രീനേട്ടന് പറയാൻ പറ്റുന്ന ഒരു bell അടിച്ചാൽ മതി. ഇപ്പൊ തന്നെ ഞെക്കി കൊടുക്ക്. കാന്താര എന്ന് പറയുന്ന സിനിമ പക്ഷേ അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഒരിക്കലും ഞങ്ങൾ ഇത്രയും മനോഹരമായൊരു വിജയമായി മാറുമെന്ന് മനസ്സാരെ ഞങ്ങൾ തീരുമാനിച്ചല്ല. പക്ഷേ ഇത് ടോട്ടാലിറ്റി കഴിഞ്ഞപ്പോൾ അശ്വിൻ എന്നോട് വിളിച്ച് പറയുന്നു, ചേട്ടാ പടം തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാകുമെന്ന്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു മലയാള സിനിമയുടെ നടൻ എന്ന രീതിയിൽ എൻ്റെ ആശംസകൾ നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ്. കലക്കി ഇപ്പൊ ലൈവായിട്ട് ആലോചിച്ച അതിപ്പോ ദൈവം തന്ന അതെ ആങ്കർ ആണ് ചേട്ടൻ. മിമിക്രി, മോണോ ആക്ട്, എല്ലാം ഉണ്ട് പരിപാടിയിലാണ്. സകല കലാ വല്ലവൻ. മെയിൻ ഐറ്റം ഏതൊക്കെയാ മിമിക്രിയിൽ? ലാലേട്ടൻ ചെയ്യണോ? ലാലേട്ടൻ. ലാലേട്ടനെ കാണാൻ ആർക്കാ കൊതിയില്ല? നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഒരു സിനിമ സക്സസ് ആകുമെന്ന് പറഞ്ഞാൽ എല്ലാം നന്നാവുക എന്നാണ്. കാന്താര അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് നല്ല തെന്നിന്ത്യൻ സിനിമകൾ മലയാളിക്ക് ഏറ്റവും അധികം ആസ്വാദ്യമായി മാറുന്നു എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആസ്വാദനത്തിൻ്റെ വലിയൊരു സക്സസ്സാണ്. ഭാഷകൾക്ക് അതീതമായി സിനിമകളെ സ്നേഹിക്കുന്നു, അതറിയാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല വിജയമായി തിയേറ്ററിൽ സക്സസ്സായി പോയിക്കൊണ്ടിരിക്കുന്ന കാന്താര ഏറ്റവും മനോഹരമായി ഇനിയും ജൈത്രയാത്ര തുടരട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. തമിഴിലെ മൊട്ടരാജേന്ദ്രൻ നമ്മുടെ സിനിമ ഹനുമാൻ സിനിമയിൽ എടാ എന്താടാ ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ സ്റ്റേജിൽ അങ്ങനെ അത് അന്ന് ആ പടത്തിന് വേണ്ടി ചെയ്തതാണ്. രസമുണ്ട്, നല്ല രസമുണ്ട്. ആരോടാ ആരോടാ വേണമെങ്കിൽ ദിലീപേട്ടനെ ഞാൻ ഡബ് ചെയ്യും. അതെ, അല്ല നമുക്കൊരു ആ സമയത്ത് മൈക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇവരിൽ നിന്ന് ഇങ്ങനെയല്ല ആള് മാറും. അത് എന്താ വെച്ചാൽ നമുക്കിപ്പോ സീനിപ്പോ ഡബ് ആക്ട് ചെയ്യുന്നവർ അങ്ങനെ തന്നെയാണ്. ചിലപ്പോ ഫസ്റ്റ് ക്ലൈമാക്സ് എടുക്കും, ചിലപ്പോൾ ഇടയിൽ ഒരു പോർഷൻ എടുക്കും, അങ്ങനെ ഒരു ടോട്ടൽ ഡിഫറൻസ് ആയിരിക്കും. പക്ഷെ ആ ഇമോഷൻ അവർ ക്യാരി ഓൺ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ഓൺ ദി സ്പോട്ട് ചേട്ടാ അതാ ഡയലോഗ് പറഞ്ഞാൽ അതങ്ങനെ ആവുകയാണ്. തട്ടേക്കേറിയ മട്ടുമാണ്. അതെ, സ്വഭാവം പുറത്ത്. അതെ, അതെ, അതെ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്തതിൻ്റെ പേരിൽ ചേട്ടാ വരണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്നതും ആദ്യമായിട്ടാണ്. അതിനും ഒരു വലിയ അല്ല, അതിപ്പോ പറഞ്ഞില്ലേ ഒരു പോയിന്റ് പറഞ്ഞില്ലേ, അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചരിത്രത്തിൽ ഈ സിനിമയിൽ നമ്മളുടെ ശബ്ദം തന്നെയാണ്. അല്ല, ചേട്ടൻ പറഞ്ഞ പോലെ എനിക്കും അതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാര്യം ഞാനും ഈ പടത്തിൽ വന്നത് പിന്നെ അശ്വിനാണ് എന്നെ വിളിച്ചത്. 1-2-3 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ, നമ്മൾ വോയിസ് ടെസ്റ്റിന് 3 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊന്നാണിത്. നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളൊരു ജസ്റ്റ് ക്ലിപ്പ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കാര്യം അതിൽ അത്രയും ഇത് പിന്നെ പുറത്തു പോകണ്ടെന്നുള്ളൊരു ഇത് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് ചെയ്ത് ഏത് വില്ലനാണോ പിന്നെ ഏത് ക്യാരക്ടറാണോ ഒന്നും നമുക്കറിയില്ല, ജസ്റ്റ് അങ്ങനെ കൊടുത്തു. പിന്നെ ഓക്കെ ചെന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഈ ക്യാരക്ടറിന് കുറച്ച് ചെയ്യാനുണ്ട്, വില്ലൻ ക്യാരക്ടർ അത്യാവശ്യം ചെയ്യാനുണ്ട് എന്നുള്ളൊരു മനസ്സിലാകുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് ഇവരോട് രണ്ടുപേരോടും അതിനുള്ള നന്ദി പറയുകയാണ്. പിന്നെ ഞാനും ഇപ്പോൾ ഇതുപോലെ ഡബ്ബിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു 10-15 വർഷത്തോളമായി ഡബ്ബിങ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ ഞാൻ സൗണ്ട് എഞ്ചിനീയർ ആയതുകൊണ്ട് ഡബ്ബിങ് കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാറില്ല. എന്നാൽ പോലും നമ്മൾ വർക്കിൻ്റെ ഉള്ള സമയത്തിനനുസരിച്ച് ചെയ്യാറുണ്ട്. ഒരു 7-8 സിനിമയിൽ മെയിൻ ഹീറോയ്ക്കും വില്ലനും ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ല, അത് ഇത്രയും വർക്കുകൾ ചെയ്തിട്ട് നമുക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടുന്ന നമ്മളെ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് സംസാരിക്കുന്ന ഒക്കെ അനിമലിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അനിമലിനെ ഞാൻ രൺബീർ കപൂറിന്റെ ഹീറോയ്ക്ക് ചെയ്തിട്ടുണ്ട്, മലയാളം നോർമൽ ഇതായിട്ടുള്ള ഗീതാഞ്ജലി എന്നുള്ള ഓപ്പോസിറ്റ് തന്നെ നായികയോട് സംസാരിക്കുന്ന ഗീതാഞ്ജലി, ഞാൻ തിരിച്ചു വരുമില്ലെന്നറിയില്ല, വന്നാലും ഇല്ലെങ്കിലും
നീ വേറെ വിവാഹം കഴിക്കരുത്. അതുപോലെ ഒരു ഷൗട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്, തിങ്ക് ലൈക്ക് എ മാൻ ഗീതാഞ്ജലി, തിങ്ക് യു ഹാവ് ബൈസെപ്സ് ലൈക്ക് മീ. അതുപോലെ ഒരു സാധനമാണ്. അതിനകത്ത് മൊത്തം അലർച്ചയും ഇതൊക്കെയാണ് ഉള്ളത്. പപ്പ കുറച്ച് കൂടുതൽ പപ്പ കൂടുതൽ യൂസ് ചെയ്ത് അതിന് അത്യാവശ്യം ട്രോളും നല്ല രീതിയിൽ വന്നിരിക്കും. പപ്പ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് റെക്കഗ്നേഷൻ കിട്ടിയതും നമ്മുടെ സുഹൃത്തുക്കളായാലും പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ നാട്ടിലെ ആളുകളായാലും ഒരുപാട് പേര് വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനെ പ്രത്യേകം അവരോട് നന്ദി പറയാനുണ്ട്. കാര്യം ഇതിനെ സെലക്ട് ചെയ്തില്ല. അപ്പോൾ കാര്യം ഏത് സിനിമയ്ക്കാണെങ്കിലും ഒരു ജാതകം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതിന്റെ ജാതകം ഇതായിരുന്നു. അതെ അതെ. അതിനകത്ത് ഒരു ട്രെയിലറിലെ ഡയലോഗ് തന്നെ പറയാം, നമുക്കുണ്ടായ കളങ്കത്തിന് കാന്താരയിലുള്ളവരുടെ രക്തം കൊണ്ട് പകരം ചോദിച്ചിരിക്കും. ഇത് ഒരു 5 ഡയലോഗ് മാത്രം. ഇനി നമ്മുടെ ഏറ്റവും വില്ലനും നായകനും എനിക്ക് തോന്നുന്നു അശ്വിൻ ചേട്ടനും ആ സീനിലുണ്ടെന്ന് തോന്നുന്നു. അത് ജയിലിൽ കെട്ടിയിട്ട് അതെ അതെ, ജയിലിൽ കെട്ടിയിട്ട് അടിക്കുന്ന സമയത്ത് രാജാവ് വരുമല്ലോ, രാജാവാണല്ലോ അടിക്കുന്നത്. സോറി, കാന്താരയല്ലേ വേട്ടയ്ക്ക് പോയി എന്റെ മുത്തശ്ശനെ ചതിയിലൂടെ കൊലപ്പെടുത്തിയ നശൂലങ്ങളെ കെട്ടിയിട്ട് തല്ലുന്നോടാ എരപ്പാളി, കെട്ടഴിച്ച് നോക്കടാ. എന്താ പറഞ്ഞത്? പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, വീണ്ടും കൊല്ലാൻ വേണ്ടിട്ട് ഇങ്ങനെ. ഇപ്പം അതിനകത്ത് ഡബിങ് ഡയറക്ടേഴ്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയുള്ള സീൻ, ചെയ്തെടുപ്പിക്കാൻ തോന്നിയിട്ടുള്ള സീൻ ഏതായിരുന്നു? അത് കുലശേഖരൻ തന്നെയായിരുന്നു. കുലശേഖരൻ എങ്ങനെ വർക്കൗട്ട് ആക്കി എടുക്കാന്ന് ഭയങ്കരമായിട്ട് ആലോചിച്ചു. കുലശേഖരന്റെ ക്യാരക്ടർ അത് 1 മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിരുന്നെങ്കിൽ ചിലപ്പം ഭയങ്കര എന്താ പറയാ, ഒരു സത്യം പറയണം, ഭയങ്കര ട്രോളായിപ്പോണ്ടൊരു ക്യാരക്ടർ. അത് ഡബിങ്ങിൽ നിങ്ങൾ അത് ഭയങ്കരമായിട്ട് കീപ്പപ്പ് ചെയ്താണ് ചെയ്തത്. അതുപോലെ തന്നെ ആ കഥാപാത്രം ചെയ്ത അദ്ദേഹം അത് ക്ലിയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ആ രാജാവിന്റെ ആ ഒരു വേഷവും? ചലഞ്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഫ്രീ ആയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു പ്രോസസ്സിന്റെ സമയത്ത് ആ ഒരു പോയിന്റിൽ വെച്ച് പുതിയ സാധനങ്ങളോ എന്തെങ്കിലും ഒരു ചേഞ്ചസ് അവിടെ ഉണ്ടാവും. അത് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ചിലപ്പോൾ ഇവർക്ക് തന്നെ ഇപ്പോൾ എഴുതിയ ആൾക്ക് തന്നെ ചിലപ്പോൾ മാറ്റണം തോന്നാം. അത് ഡബ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു ആ സ്പേസിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് ഗുളികം കേറും മിക്കവാറും. എല്ലാ സീനുകളും ചലഞ്ച് തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇപ്പൊ ഏത് വർക്ക് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മളെ ചങ്കിടിക്കും, ഫസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ. റൊമാൻറ്റിക് ഹീറോസ് ഡബ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഒരിക്കലും റൊമാൻസ് വരാൻ പാടില്ല. അപ്പൊ അത് നമുക്കൊരു നിർബന്ധമാണ്. പിന്നെ എനിക്ക് അനിമൽ ഡബ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. കാര്യം ആ ക്യാരക്ടറിന് എനിക്ക് അത്യാവശ്യം ഒരുപാട് ഇമോഷൻസിലൂടെ പോകുന്നൊരു ക്യാരക്ടറായിരുന്നു. അത് ഒരുപാട് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് കരിയറിലാണെങ്കിലും. ഇപ്പോൾ ഇതിനകത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ ചലഞ്ചിങ്ങിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട് മദ്യപിച്ചിട്ടുള്ള ക്യാരക്ടറാണ് പുള്ളിയുടെ കൂടുതൽ സമയം. അതായത് ഒരു അലസനായിട്ട് ആ ഒരു സംഭവം ചെയ്യാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ചെയ്യാൻ. പിന്നെ ഇവരുടെ സപ്പോർട്ട് സ്വാഭാവികമായിട്ട് അത് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ചെയ്യാൻ. ഞാൻ ഒരുപാട് പണിയെടുത്ത ഒരു സീനായിരുന്നു, മറ്റേ കഞ്ചാവ് വലിച്ച് പുകഞ്ഞിരുന്ന സാധനം. ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, നല്ല പുകയില്. അത് മറ്റവന്റെ ഇത് തന്ന പുണ്യാത്മാവന്റെ കൈകളിൽ ഉമ്മ കൊടുത്തേ പറ്റും. അതെ, അത് അവിടെ അതിനുശേഷം കിട്ടാൻ വേണ്ടി വല്ലതും വാങ്ങിച്ച് വലിച്ചായിരുന്നു നമുക്ക്. അതെ ജീവിതം തന്നെ ലഹരിയാണ്. അതെന്താ അറിയോ, ഒരു ദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ ഇത്തിരി ബേസ് ആയിരുന്നു. ചേട്ടാ ഇല്ലേട്ടാ കുഴപ്പമില്ല ചേട്ടാ ഒന്നുകൂടെ ഓക്കെ എന്ന് പിറ്റേ ദിവസം വിളിച്ചേക്കുന്നത് ബേസ് അല്ല. ഡബിങ് അത്യാവശ്യം രാവിലെ എഴുന്നേൽക്കുക, നമ്മൾ യാത്ര ചെയ്യുന്നു, ഒരു 4-5 സ്റ്റുഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ തേഞ്ഞിരിക്കുന്ന സമയമുണ്ടല്ലോ, ഇനി ഒന്ന് കിടന്നാൽ മതി എന്ന് പറയുന്ന സമയത്തായിരിക്കും വിളിച്ചിട്ട് ചേട്ടാ ആ ബേസ് ഇല്ലാത്ത ശബ്ദം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ക്രാക്കായിട്ട് വരും. ഋഷഭ് സാറിന്റെ ഗുളികം കേറുന്ന സമയത്ത് കുറെ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ടല്ലോ, അത് കന്നഡ തുളു എന്ന് പറഞ്ഞാൽ ഓക്കെ, അങ്ങനെ ലാംഗ്വേജ് ആണല്ലോ. ഓക്കെ, അത് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് മലയാളം സബ് ടൈറ്റിൽ വന്നത് സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ വോയിസ് ചെയ്തിരിക്കുന്ന അവിടെ ഋഷഭ് സാറിന്റെ തന്നെ വോയിസ് അല്ലേ? അതല്ലല്ലോ, അതിന്റെ അത് ചെയ്യുന്ന ആ ദൈവകോലം കെട്ടിയിട്ട് ആ ഒരു ചെയ്യുന്നത് മാണിച്ചിൽ എന്നാ പറയുന്നത്. മാണിച്ചിൽ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ കോമരം തുള്ളുക എന്ന് പറയുന്ന പോലെ അന്ന് ആ കാലഘട്ടത്തിൽ യൂസ് ചെയ്ത ഒരു വേർഡാണ് മാണിച്ചില്. അപ്പൊ അതിന്റെ 3-4 ക്യാരക്ടേഴ്സ് അങ്ങനെ ആ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവരും അവർ ഓൺ ആയിട്ടുള്ള വോയിസ് തന്നെ കൊടുത്തിരിക്കണം. എല്ലാവരും ഓൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
അതായത് ഇപ്പം ചേട്ടൻ സുരാജ് ചേട്ടനാണോ കൊടുത്തിരിക്കുന്നത്? അല്ല, അല്ല, അല്ല. അവര് അഭിനയിച്ച അവര് അത് ചെയ്യുന്ന ആളുകൾ അല്ലേ, ചെയ്യുന്ന ആളുകൾ അല്ലേ? റിയൽ ലൈഫിലായി ചെയ്യുന്ന ആളുകളായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം അത് പ്രത്യേക രീതിയിലുള്ളൊരു സൗണ്ട് മിക്സിംഗ് ആണ്, കുറച്ച് പരിപാടികളുണ്ട്. ചില വർഷം അത് കിട്ടില്ല നമുക്ക് ഒരിക്കലും. ഇങ്ങനെ ട്രൈ ചെയ്താൽ നമുക്ക് അതിന്റെ ഒരു പരിപൂർണതയിൽ എത്തിക്കാൻ പറ്റില്ല. അത് ഡബ് ചെയ്ത് മലയാളത്തിൽ കേൾക്കുന്ന വെച്ചാൽ പറ്റും, പക്ഷെ പക്ഷെ അത് ഭയങ്കര റിസ്ക് ആയിരിക്കും സാധനം. പക്ഷെ ഉണ്ടല്ലോ ഈ കിട്ടില്ല ബ്രോ, ഫീൽ അവർക്കും അറിയാം. നമുക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടോ ട്രാക്ക് ഒക്കെ ആക്കി വെക്കാൻ പറ്റും. പക്ഷെ ഒരാളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചാൽ പറ്റും. ഇപ്പൊ ഇതേപോലെ ഇപ്പൊ കണ്ണൂർ പോയിട്ട് നമ്മള് ഒരാളിനെ വിളിച്ചിട്ട് നടക്കും, പോസിബിൾ, എവറിഥിങ് ഈസ് പോസിബിൾ. പക്ഷെ ആ സിനിമയില് തുളു അത് ഒറിജിനൽ അങ്ങനെ തന്നെ പോകണം. താഴെ സബ് ടൈറ്റിൽ ഏത് ലാംഗ്വേജിനാണോ കറക്റ്റ് അത് വരണം ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. സോ അതങ്ങനെ മുമ്പോട്ട് പോയി. സുരജ് ചേട്ടാ, ബർമയുടെ ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു ഡയലോഗ് ഉണ്ടോ? എനിക്ക് ആദ്യത്തെ ഡയലോഗാണ് ഭയങ്കര ഇഷ്ടമായി. ഏതാണ്? ഏറ്റവും ആദ്യം നമ്മളെ എന്താണ് കാട്ടിലെ ഫൈറ്റില്ലേ, ഫൈറ്റ് സമയത്ത് തൂങ്ങി ഇറങ്ങുള്ളൂ പുള്ളിയുടെ ഇൻട്രോ, ബർമയുടെ ഇൻട്രോയിൽ വന്നിട്ട് പറയുന്ന ഡയലോഗായിരുന്നു. ഇങ്ങനെയാണ് അത്, എത്താൻ അല്പം വൈകിയെന്ന് തോന്നുന്നു അല്ലേ? അത് ഇവിടെ ഒരാൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ഞാൻ രണ്ടാമത്തോട്ട് കണ്ടപ്പോ എന്നോട് പറയാണ്, എടാ ഇപ്പം മറ്റേ ഡയലോഗ് വരും, ഡയലോഗ് വരും, എത്താൻ വൈകിയോന്ന് വെച്ച് ഡയലോഗ് വരും. ഫസ്റ്റ് എല്ലാ ഇന്റർവ്യൂവിലും നമ്മളെ ട്രെയിലറിൽ ഉണ്ടായിരുന്നു. വലിയ ഭാഗ്യം. പിന്നെ നേരത്തെ പറഞ്ഞ അത് ഒരു വേറൊരു മീനിങ്ങിലാണോ സാധനം കൊടുത്തത്? അതായത് കാന്താര 2 എത്താൻ വൈകിയോ? അതുണ്ട്. പിന്നെ സാർ അത്ര നേരം സ്ക്രീനിൽ അപ്പൊ കുറച്ച് വൈകി. ഫസ്റ്റ് റീലൊന്നും ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് റീലോടെയാണ് ലാസ്റ്റ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം വരുന്നത്. അപ്പൊ ഈ ഋഷഭ് സാറിന്റെ എൻട്രിയിൽ വരുന്ന 5 ഡയലോഗിലാണ് പരിപാടി. അതും തൂങ്ങി ഇറങ്ങുകയാണ്. ഭയങ്കര രസമായിട്ടാണ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ റൈറ്റേഴ്സ് ഭയങ്കര കംഫർട്ട്, നല്ല നല്ല ചേട്ടന്മാരെ തന്നെ വിളിക്കുന്നത് അവരെ സാർ അങ്ങനെ ഒന്നുമില്ല, അത്രയും കംഫർട്ട്. അളി അങ്ങനെ നമ്മുടെ അടുത്ത് മച്ച ചേട്ടാ, കേരള ചേട്ടാ അങ്ങനെ പറയാം. അപ്പോ നല്ല വർക്കാണ് അവരുടെ, നല്ല ടീം, സൂപ്പർ വർക്കാണ്. അവർക്കാണ് മെയിൻ ബേസിക്കിന്റെ ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ടെക്നീഷ്യന്മാരും എല്ലാം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വന്ന ഇങ്ങോട്ട് വന്ന ബ്രോ ആണ് ആർട്ട് ഡിപ്പാർട്ട്മെന്റിന് ഇൻചാർജ്. അപ്പോ ഇപ്പൊ എന്തൊക്കെ ഇപ്പൊ എന്താ പറയാ, എല്ലാരും പറയുന്നുണ്ട് ആർട്ട് വർക്ക് സൂപ്പർ ആയിട്ടുണ്ട്, നല്ല പിടിച്ചു ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതും അവർക്കൊരു അംഗീകാരം. ഡോളേഴ്സ് മുടക്കിയിട്ടാണ് ഇവിടെ കാന്താര 3 നമുക്ക് കാണാൻ സാധിക്കുമോ ഈ ടീമിന്? വണ്ണിലുള്ളവരില്ല, അതുകൊണ്ട് സഞ്ചരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാന്താരൊക്കെ കൊണ്ട് മെയിൻ ആയിട്ട് ബന്ധം ഇപ്പൊ എല്ലാവരുമായിട്ടുള്ള വിശ്വാസമാണ്. എല്ലാവരുമായിട്ട് ആരുമായിട്ടാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം നമ്മള് നല്ല ഇത് കൊണ്ട് ചിലപ്പോ അതേ സംഭവിക്കായിരിക്കും. പക്ഷെ വർക്ക് ഈസ് വർഷിപ്പ്. ആ വർക്ക് നമ്മൾ അടിപൊളി ചെയ്ത് കൊടുക്കും. നമ്മുടെ പോയിട്ട് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെ ഓക്കെ ആയിട്ട് വരും. പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലോ ചിലപ്പോൾ നമ്മൾ ക്വാളിറ്റി ഡിപ്പെൻഡ് ആണ്, ക്വാളിറ്റിയാണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ പ്രയോറിറ്റി ആവുക, ഓപ്ഷൻ അല്ലാതെ പ്രയോറിറ്റി ആവുന്നതിനുള്ളതാണ് അതിന്റെ. നേരത്തെ നിർമ്മലായിട്ട് ഇപ്പൊ KGF 3 കാര്യം ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. ശരിക്കും എന്തെങ്കിലും അതിനകത്ത് പാർട്ടാണോ നിങ്ങൾ ടീം? ഇല്ല, അത് എന്റെ ഒരു ലക്ഷ്യമാണ്. അല്ലല്ല, KGF തന്നെ. KGF എന്താ വെച്ചാൽ എന്റെ അടുത്ത് അവിടെ ഓൾറെഡി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ പടം നിർമ്മൽ അടിപൊളിയായിട്ട് ചെയ്തു തരണം, നമ്മുടെ നെക്സ്റ്റ് ലൈൻ നമുക്ക് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ റൈറ്റിംഗ് സമയത്ത് പോയപ്പോ രവി ബസു സാറിന്റെ സ്റ്റുഡിയോയിലാണ് ഡബിങ് ഒക്കെ നടക്കുന്നത്. അപ്പൊ രവി ബസു സാർ നമ്മുടെ KGF-ന്റെ മ്യൂസിക് ഡയറക്ടർ, മഡി എല്ലാത്തിനും അറിയാം രവി ബസു. അപ്പോ മാർക്കോന്റെ വലിയ തിയേറ്റർ ലെവലാണ് അവിടുത്തെ സ്റ്റുഡിയോ തന്നെ. അവിടെ പോയ സമയത്ത് കുറെ കട്ടൗട്ടാണ്. NTR-ന്റെ കൂടെ പ്രശാന്ത് നീൽസ് അതിന്റെ പടം, സലാർ 2-ന്റെ പോസ്റ്റർ, KGF-ന്റെ എല്ലാം പോസ്റ്റർ. ഈ പോസ്റ്റർ കണ്ടാൽ തന്നെ അത്ര പ്രൗഡായി. പ്രൗഡ് എന്ന് വെച്ചാൽ അവിടെ എത്തിയെന്നുള്ളതല്ല, ഇതിന്റെയൊക്കെ മലയാളം. അവിടെ ആലോചന ഇത് സൂരജ്, ഇവിടെ ചിന്തിക്കുന്നു, ഇത് എവിടെ ചിന്തിക്കുന്ന അവിടെ നമ്മള് അടിപൊളി. അപ്പോൾ ഇനി മുന്നോട്ട് ഇതുപോലെ ഒരുപാട് സിനിമകൾ കിട്ടട്ടെ, നിങ്ങളുടെ ടീമിന് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ, കാന്താര 3-ലും നിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഞങ്ങളും ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ കേൾക്കാൻ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു വേദി തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.